നമസ്കാരം. പ്രദോഷ് ടിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചാള പീര പറ്റിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് അര കപ്പ് തേങ്ങ ചിരകിയത് ജാറിലേക്ക് ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യമായ കാന്താരി മുളക്. ഞാൻ വെള്ള കാന്താരി മുളകാണ് ഉപയോഗിക്കണേ. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലയെന്ന് ഓർത്ത് പേടിക്കൊന്നും വേണ്ട, നമ്മൾ സാധാ പച്ചമുളക് ചേർത്താൽ മതി. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ ഒന്ന് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം. 250 ഗ്രാം ചാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർക്കാം. എപ്പോഴും നമ്മൾ പീര വറ്റിക്കാനായിട്ട് വലിയ ചാള ഉപയോഗിക്കരുത് കേട്ടോ. ഇതുപോലെ ചെറിയ ചാളയാണ് ഉപയോഗിക്കാവുള്ളൂ. ഒരു 10 ചെറിയുള്ളി രണ്ടായി കീറിയത്, 4 അല്ലി വെളുത്തുള്ളി ചെറുതായി കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരൽപ്പം കാന്താരി മുളക് രണ്ടായി കീറിയത്, 3 ചുള കുടംപുളി, ഇനി നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ഒരൽപ്പം കറിവേപ്പില, ആവശ്യത്തിന് കല്ലുപ്പ്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തീ ഓഫ് ചെയ്യുക. തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു അല്പം കറിവേപ്പില, 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു 3 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം എടുത്ത് ഉപയോഗിക്കുക. ചാള പീര വറ്റിച്ച് തയ്യാറായിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ, എന്താ രുചി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ.